ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സ്തോത്രം. കർത്താവ് ഇന്ന് പകൽ ഈ നല്ല വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ വാക്യം നമ്മൾ വായിച്ച ഈ 3 വാക്യങ്ങളിലെ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മനിറവോടെയാണിത് വായിച്ചാൽ, ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മാവിൽ നിറയും. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശുശ്രൂഷയിലോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ ദൂത് നൽകാൻ ഇടയായത്. സ്തോത്രം. ആമേൻ. ഈ ഭാഗത്ത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് പോയി. അന്ന് തന്നെ, എന്ന് തന്നെ. അതിൻ്റെ ഉത്തരം അതേ അധ്യായത്തിൽ 24-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അതിന്റെ ആൻസർ അവിടെ കാണുന്നു. എന്നു തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്തുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ആഴ്ചവട്ടത്തിന് എന്നാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ഇന്നത്തെ പോലെ ഒരു ഞായറാഴ്ച. ആമേൻ. എന്താണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത? ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഈ ഞായറാഴ്ച ചിലർ സുഗന്ധവർഗം ഒരുക്കി കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നേ? ഞായറാഴ്ചയാകണം യേശു കർത്താവിനെ, തൻ്റെ മർത്യശരീരത്തെ അടക്കിയ ജോസഫിൻ്റെ കല്ലറയിലേക്ക് പോകണം. ഈ സുഗന്ധവർഗത്തെ യേശുവിൻ്റെ ശരീരത്ത് പൂശണം. ഇതാണ് ഇവർ ഒരുങ്ങുന്നതിൻ്റെ പിന്നിലെ കാരണം. ആമേൻ. സ്തോത്രം. ഞാൻ ആവർത്തിക്കുന്നു: യേശുവിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ മർത്യശരീരം ഇരിക്കുന്ന അടുക്കൽ പോകണം, ഈ സുഗന്ധവർഗം പൂശണം. ആമേൻ. ശരിയല്ലേ? ഞാൻ വീണ്ടും പറയാം: യേശുവിൻ്റെ നിർജീവമായ ശരീരം ഇരിക്കുന്ന അടുത്ത് പോകണം, ഈ സുഗന്ധവർഗം പൂശണം. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഇവരുടെ മുമ്പിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ വായിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിലും ആവർത്തിച്ച് കാണുന്നൊരു വാക്കുണ്ട്: ഞങ്ങൾക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി മാറ്റും.
ലൂക്കോസ് 24:1 നമ്മൾ വായിച്ച അവർ പറയുക, ഞങ്ങൾക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടി മാറ്റും. വേറെ പുസ്തകം എഴുതിയിരിക്കുന്നു, ദൂതന്മാർ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി. ആമേൻ. ഈ കല്ല് മാറിയാലേ ഇവർക്ക് നിർജീവമായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അടുക്കലെത്താൻ പറ്റത്തുള്ളൂ. ഈ കല്ല് മാറിയാലേ ഈ സുഗന്ധവർഗം യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. എന്നാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ കല്ലിനെ മാറ്റിക്കൊടുത്തു. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയൊക്കെയോ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായ കല്ലിനെ ഇന്ന് പകൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ മുമ്പിൽ നിന്ന് നീക്കുവാൻ പോകുകയാണ്. നീ ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിനോട് അടുത്തു വരാൻ നിനക്ക് കഴിയാതെ വന്നു നിന്റെ മുൻപിലിരിക്കുന്ന ആ കല്ലിനെ ഇന്ന് പകൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഇന്ന് പകൽ ഉരുട്ടുമാറ്റാൻ പോകുകയാണ്. എന്റെ ചോദ്യം, എന്തൊക്കെയാണ് ഇവിടെ ആഗ്രഹം? ഒന്ന്, നിർജീവമായ, ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വാക്ക് വിട്ടുപോകരുത്, നിർജീവമായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അടുക്കൽ എന്ത് ചെയ്യണം? പോകണം, അല്ലേ? അങ്ങനല്ലേ? ഈ നിർജീവമായ യേശുവിനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുമോ നിങ്ങളെ? ഈ നിർജീവമായ യേശുവിനെ മാമൻ 4-ാം നാൾ ലാസറിനെ ഉയർപ്പിക്കാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. ഈ നിർജീവമായ യേശുവിനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ പറ്റുമോ ബ്രദറെ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി സ്തോത്രം, എന്നെ യേശു ഗിരിപ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആമേൻ. പത്രോസിന്റെ ശീമോന്റെ പടകിൽ നിന്നുകൊണ്ട് അവൻ യേശു പുരുഷാരത്തോട് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ യേശുവിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? കല്ലറയ്ക്കകത്തിരിക്കുന്ന നിർജീവമായ യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ യേശുവിന്റെ നിർജീവമായ ശരീരത്തിനടുത്തല്ലേ ഇവർ പോകാൻ പോകുന്നേ? മനസ്സിലായോ? ഇനി രണ്ടുപേരുടെ ആഗ്രഹം സുഗന്ധവർഗം പൂശണം. ഈ രണ്ടിന്റെ തടസ്സമാ കല്ല് മാറ്റിക്കൊടുത്തു. ഇപ്പൊ ക്ലിയർ ആയല്ലോ? സ്വതന്ത്രം. എന്നാൽ യേശുവിന്റെ നിർജീവമായ ശരീരത്തെ കാണാനും സുഗന്ധവർഗം പൂശാനും പോയ ഇവർക്ക് ഇത് രണ്ടും നടന്നില്ല. എന്തൊക്കെ നടന്നില്ല? നിർജീവമായ യേശുവിനെ കാണാനും പറ്റിയില്ല, സുഗന്ധവർഗം പൂശാനും പറ്റിയില്ല. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഒന്നും സംസാരിക്കാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത യേശുവിനെ കാണാൻ ഇവർ ആഗ്രഹിച്ചപ്പോ ഇവർക്ക് യേശുവിനെ കാണാനും കഴിഞ്ഞില്ല, 2 സുഗന്ധവർഗം പൂശാനും കഴിഞ്ഞില്ല. എന്നാൽ ആമേൻ, ശ്രദ്ധിക്ക്, ആ സ്ഥലത്ത് മറ്റു 2 കാര്യങ്ങൾ നടന്നു. എന്താണെന്നറിയോ? ആമേൻ, സ്തോത്രം. ഒന്ന് നിർജീവമായ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് കടന്നുപോയ മഗ്ദലക്കാരത്ത് മറിയെ ഉൾപ്പെടെയുള്ളവർ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവർ കണ്ടവർ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു യേശുവിനെ അല്ല, പകരം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ. സ്തോത്രം. ആമേൻ, ആമേൻ. നിർജീവമായ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു പോകുമ്പോഴും ഇവരുടെ ഉള്ളത്തിലൊരു ചിന്തയുണ്ട്. ഇന്നലകളിൽ കഴിഞ്ഞ 3.5 കൊല്ലം, അല്ലേ സ്തോത്രം, കഴിഞ്ഞ 3.5 കൊല്ലം അത്ഭുതങ്ങൾ ചെയ്തവൻ, കഴിഞ്ഞ 3.5 കൊല്ലം നിത്യജീവന്റെ മൊഴികൾ നിന്നിലല്ലേ ഉള്ളു കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും എന്ന് പറഞ്ഞ ആ മൊഴി ഇനി ഞങ്ങൾ കേൾക്കത്തില്ല എന്നിവർക്കറിയാം. പക്ഷേ ആമൻ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ തുറന്ന കല്ലറയുടെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കുന്ന മറിയ പ്രാണനാഥന്റെ ശബ്ദം പുറകിൽ കേട്ടു. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ നിർജീവത്വത്തിൽ ഇന്ന് പകൽ കണ്ണുനീരോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി ജീവനുള്ള യേശുവിന്റെ സാന്നിധ്യം പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ
യെസ്, യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങൾ നീ ഒരുക്കിയ സുഗന്ധവർഗം കല്ലറയ്ക്കകത്തിരിക്കുന്ന നിർജീവമായ യേശുവിന്റെ മേൽ പകരുകയല്ല ചെയ്യാൻ പോകുന്നേ, പകരം ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു സാക്ഷിയാക്കി എന്റെ കർത്താവ് നിന്നെ മറിയെ അവൻ നിന്നെ തീർക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞത്രവർക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത്രവർക്ക് മനസ്സിലായി. എൻ്റെ അകത്ത് ദൈവസ്നേഹം കൊണ്ട് അതിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന സുഗന്ധവർഗമാ. ഇതെവിടെങ്കിലും പകർന്നാൽ, ഇതാരുടെങ്കിലും ശരീരത്തിൽ പൂശിയാൽ ഇതൊന്ന് സുഗന്ധം വമിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന സുഗന്ധവർഗത്തെയല്ല, ഞാൻ നിന്നെ തന്നെ ഒരു സുഗന്ധവർഗമാക്കി എന്റെ സാക്ഷിയാക്കി ഞാൻ ഈ കാലഘട്ടത്തിൽ തീർക്കാൻ പോകുന്നു. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? പകൽ ഇന്ന് നിനക്ക് ചിലതും പറയാൻ ആഗ്രഹമുണ്ട്, ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, അതിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ. ഇന്ന് പകൽ നിർജീവമായ ശരീരത്തിന്റെ മുമ്പിൽ ചെല്ലാൻ നീ ആഗ്രഹിച്ചില്ലേ? നിർജീവമായ ശരീരത്തിന്റെ പുറത്ത് ഈ സുഗന്ധവർഗം പൂശാൻ നീ ആഗ്രഹിച്ചില്ലേ? കർത്താവ് പറഞ്ഞു, ഇല്ല, നിന്റെ ജീവിതം തന്നെ ഞാനൊരു സുഗന്ധവർഗമാക്കാൻ പോകുന്നു. ക്രിസ്തുവിൽ അനേകർക്ക് പ്രയോജനമുള്ള, ക്രിസ്തുവിൽ സുഗന്ധം പരത്തുന്ന ഒരു സുഗന്ധവർഗമാക്കി ഞാൻ നിന്റെ ജീവിതത്തെ തന്നെ ഒരു പുതിയ സാക്ഷ്യത്തെ ഞാൻ നിനക്ക് തരാൻ പോകുന്നു. കർത്താവ് വ്യക്തമായി പറയുന്നു, ഒരു സുഗന്ധവർഗം തുറന്നു വയ്ക്കുമ്പോൾ, അതിൻ്റെ പാത്രം തുറന്നു വയ്ക്കുമ്പോൾ അത് പലർക്കും സുഗന്ധമാകുന്നത് പോലെ നീ വായി തുറക്കുമ്പോൾ നീ യേശുവിൻ്റെ സാക്ഷിയായി, നീ തന്നെ യേശുവിൻ്റെ ഒരു സുഗന്ധവർഗമായി, നിന്നെ തന്നെ ഒരു സുഗന്ധവർഗമായി ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ, അനേകർക്ക് വിടുതലാകത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് പകൽ എത്ര പേർ അതിനായി ആഗ്രഹിക്കുന്നു, എത്ര പേർ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത് നിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്, ദൈവം അത് നിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിന്റെ ദൈവത്തെ സ്തുതിച്ച് യേശുവിൻ നാമത്തിൽ നിന്റെ ദൈവം ഈ ദിവസങ്ങളിൽ മാനിക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇരുപത്തിനാലാം അധ്യായം 4 മുതൽ വായിച്ചു വരുമ്പോൾ കാണുന്നു, 2 പുരുഷന്മാർ, അർത്ഥം മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. എന്ന് വെച്ചാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാർ, 2 ദൂതന്മാർ ഈ സ്ത്രീയുടെ അടുക്കൽ നിന്നു കണ്ടു. അവർ അവളോട് പറഞ്ഞു, നിങ്ങൾ, സ്ത്രീകളോട് പറയുക, നിങ്ങൾ ജീവനുള്ളവനെ, 5-ാം വാക്യം, മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അടുത്ത് പറയുക, അവൻ ഇവിടെ ഇല്ല. എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തിനാ വന്നേ? ചത്ത ശവത്തിന് സുഗന്ധവർഗം പൂശാനാ. കേൾക്കുന്ന ദൂതെന്താ? അവൻ ഇവിടെ ഇല്ല. ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നീ തീർന്നെന്ന് ഇന്നലകളിൽ ആരോ നിന്നോട് പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്ന് ഇടപെടുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. ഈ തകർന്നവരുടെ ലിസ്റ്റിലില്ല, തീർന്നവരുടെ ലിസ്റ്റിലില്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ദൂതിലോട്ട് ഞാൻ ഓടി വരാം. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളുടെ മനുഷ്യപുത്രനെ പാപികളായി മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്നു പറഞ്ഞത് ഓർത്തുകൊള്ളുക. ഇന്ന് പകല്
ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ കേട്ട് മറന്നുപോയ ചില പ്രവചന ശബ്ദങ്ങളെ പോലും ഇന്നു പകൽ സ്വർഗ്ഗം ഓർമ്മിപ്പിക്കത്തക്ക നിലയിലുള്ള ചിലത് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു.